ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആത്മീയ ഉണർവിൻ്റെ ഈ മണിക്കൂറിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷം വചനം കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ദൈവമേ, വചനത്തിൻ്റെ അഭിഷേകം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നമ്മളെ ബലപ്പെടുത്തും, ആത്മീയമായ ഉണർവ് നൽകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവെ, ശക്തിയും ബലവും നൽകി ഞങ്ങളെ നയിക്കണമേ. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനം കടന്നു വരുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവെ, ആ തടസ്സങ്ങൾ നീക്കി ഞങ്ങളെ ആത്മീയ ഉണർവുള്ള മക്കളാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ സാന്നിധ്യ ശക്തി ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാവട്ടെ. ആമേൻ. പ്രിയ സ്നേഹമുള്ളവരെ, ആത്മീയ ഉണർവിൻ്റെ ഈ മണിക്കൂറിൽ ഇന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു തിരുവചനം ഇതാണ്. വെളിപാട് പുസ്തകം 21 അധ്യായം 4 തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, പഴയതെല്ലാം കടന്നുപോയി. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഇന്നലകളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇന്നലകളിൽ സംഭവിച്ച അനേകം മുറിവുകളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ നിമിഷങ്ങളിലായിരിക്കാം. ഞാനൊരു പെൺകുട്ടിയുടെ സംഭവം പറഞ്ഞുകൊണ്ട് ഈ വചനത്തെ അല്പം കൂടെ ബലപ്പെടുത്താം. ധ്യാനത്തിന് കൊണ്ടുവന്നു അമ്മ മകളെയും കൊണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ധ്യാനത്തിന് വന്ന് കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകള് പഠിക്കുന്നില്ല, പഠിക്കാൻ താല്പര്യമില്ല, പക്ഷെ അവൾക്ക് പഠിക്കാൻ ബുദ്ധിയുണ്ട്, പക്ഷെ അവൾ പഠിക്കുന്നില്ല. അവൾ എപ്പോഴും മുറിയിൽ അടച്ചിട്ടിരിക്കും, ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഇഷ്ടം. ആരോടും കൂട്ടില്ല, സംസാരമില്ല, ഒന്നിനോടൊരു താല്പര്യമില്ല. അവളുടെ ഉള്ളിൽ പിശാച് മടിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നു. അച്ഛൻ ഇവക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛനിവക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവളോട് കുറച്ചധികം കൊച്ചുവർത്തമാനം പറയാം എന്ന് കരുതി സംസാരിച്ചു. അതിനിടയിൽ ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകാത്തത്? എന്താ ഒന്നിനോടൊരു താല്പര്യമില്ലാത്തത്? അവൾ ആദ്യം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, എനിക്ക് പഠിക്കാനൊന്നും കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല, എനിക്കൊന്നിനും ഒരു താല്പര്യമില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് അവൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ഒരാളല്ലല്ലോ. നിനക്ക് ദൈവം ഒത്തിരി കൃപ തന്നിട്ടുണ്ട്, നിനക്ക് പഠിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ ആകേണ്ടത്. അവൾ പറഞ്ഞു, അല്ലച്ചാ, എനിക്ക് ഇങ്ങനെ തന്നെയാണ്, എനിക്ക് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല. ഞാൻ ചോദിച്ചു, ആരാണ് നിന്നോട് നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അവൾ പറഞ്ഞു, എന്നോട് എൻ്റെ ഡാഡി പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന്. നീ കുടുംബത്തിന് ഒരു ശാപമാണ്, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് എൻ്റെ ഡാഡി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവളുടെ ഡാഡി പറയാനൊരു കാരണവുമുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടം ഒരു ആൺകുട്ടിയായിരുന്നു, പക്ഷേ കിട്ടിയത് ഒരു പെൺകുട്ടി.
ഇവൾ ജനിച്ച അന്ന് മുതൽ ഈ മനുഷ്യൻ ഇവളെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റപ്പെടുത്തും. നീ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത്. നിൻ്റെ ജീവിതം കൊണ്ട് എന്ത് ഗുണം? നിൻ്റെ ജീവിതം നശിച്ച ജീവിതമല്ലേ എന്നെങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് 100,000 കാര്യങ്ങൾ പറഞ്ഞ് ഈ കുട്ടിയെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തും. അതിനുശേഷം ഇവർക്ക് 2 കുട്ടികളും കൂടെ ഉണ്ടായി. ആ 2 കുട്ടികളും ആൺകുട്ടികളാണ്. അവരെ ശ്രദ്ധിക്കും, ഈ പെൺകുട്ടിയെ ശ്രദ്ധിക്കില്ല. ഇവൾ പഠിക്കാനിരിക്കുമ്പോൾ ഇവളുടെ ഡാഡി ചോദിക്കും, നീ എന്തിനാ പഠിക്കുന്നത്? നീ പഠിച്ചിട്ട് എന്ത് ഗുണം? നിന്നെക്കൊണ്ട് എന്ത് ഗുണം? അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ കേട്ട കാര്യങ്ങൾ ഇവളുടെ തലയിലിരിക്കുകയാണ്. അങ്ങനെ കേട്ട് ഇവളിപ്പോൾ ഇവളെക്കുറിച്ച് തന്നെ ഒരു കാര്യം ചിന്തിച്ചു വച്ചിരിക്കുന്നു. എൻ്റെ ജീവിതം കൊണ്ട് ഒരു ഗുണവുമില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. എനിക്ക് പഠിക്കാൻ കഴിവില്ല, എനിക്ക് ജീവിതത്തിൽ ഒന്നിനും കഴിവില്ല, എന്നെ കൊണ്ട് ഒരു കാര്യവുമില്ല. ഇവളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എന്ത് സംസാരിക്കുന്നു എന്ന് പറയാൻ വചനം വെച്ച് പ്രാർത്ഥിച്ച് വചനം തുറന്നപ്പോൾ കിട്ടിയ വചനം വെളിപാട് പുസ്തകത്തിലെ ഈ തിരുവചനമാണ്. പഴയതെല്ലാം കടന്നുപോയി. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, പഴയതെല്ലാം കടന്നുപോയി. യോഹന്നാന് കിട്ടിയ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് വെളിപാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുക. അതിലങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, ഞാൻ പുതിയതാണ് കാണുന്നത്, പുതിയ ആകാശം പുതിയ ഭൂമി. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മകളെ നീ ശ്രദ്ധിക്കണം, കർത്താവ് നിനക്ക് വേണ്ടി പുതിയ ചില കാര്യങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. നീ ഇന്നലകളിൽ സംഭവിച്ചതിന് ഓർത്തുകൊണ്ട് വിലപിച്ച് അസ്വസ്ഥപ്പെട്ട് ജീവിതം നശിപ്പിക്കരുത്. നിനക്ക് വേണ്ടി കർത്താവ് പുതിയ കാര്യങ്ങൾ പണിതുയർത്താൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറഞ്ഞ അവസരത്തിൽ ആ കുട്ടിയുടെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. ഞാൻ അവളോട് പറഞ്ഞു, നിൻ്റെ ജീവിതം നീ നശിപ്പിക്കരുത്. നല്ലൊരു ജീവിതം ദൈവം നിനക്ക് വേണ്ടി തന്നിട്ടുണ്ടല്ലോ. കർത്താവ് നിന്നിൽ പണിതുയർത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടിക്ക് വേണ്ടി പിന്നീട് സങ്കീർത്തനം 91 സംരക്ഷണ വചനം പറഞ്ഞുകൊടുത്തു, പ്രാർത്ഥിപ്പിച്ചു. അതൊരു ബുക്കിൽ എഴുതി വെച്ചു. ദിവസവും ആ വചനം ആവർത്തിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് കാണാതെ പഠിക്കാൻ പറഞ്ഞു. അത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവായി. സങ്കീർത്തനം 91 പഠിച്ചതോടുകൂടി അവളുടെ ഉള്ളിൽ വലിയൊരു ആത്മീയ ഉണർവ് കത്തിപ്പടരാൻ തുടങ്ങി. നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നിൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും വ്യക്തികളോ സംഭവങ്ങളോ ഓർത്തുകൊണ്ട് നിരാശപ്പെട്ടും ദുഃഖിച്ചും ഇരിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നൊരു കാര്യം, പഴയതിനെക്കുറിച്ച് ചിന്തിച്ച് നിൻ്റെ ജീവിതം കളയരുത്. പഴയതെല്ലാം പോട്ടെ, പുതിയൊരു ജീവിതം തുടങ്ങാൻ നിനക്കിതാ സമയമായിരിക്കുന്നു. ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ നീ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ നിർത്തി അതിൽ നിന്നും പുറത്തോട്ട് വരിക. ഇതാ നിനക്ക് വേണ്ടി കർത്താവ് പുതിയ ആകാശവും പുതിയ ഭൂമിയും പണിതുയർത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദുഃഖവും നിരാശയുമാണ് കൂടുതൽ വരുന്നത്. അതാണ് പഴയതിൻ്റെ പ്രത്യേകത. പഴയതിൻ്റെ ഒരു വലിയ പ്രത്യേകത, അത് കൂടുതലും നെഗറ്റീവായ കാര്യങ്ങളിലാണ് അത് അടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. നമ്മളും ചിന്തിച്ച് നോക്കുമ്പോൾ, ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ തലയിൽ വരുന്നത് ഇന്നലകളിൽ സംഭവിച്ച കുറേ പരാജയങ്ങൾ, കുറേ പാപത്തിൻ്റെ അവസ്ഥകൾ, കുറേ തിന്മയുടെ സംഭവങ്ങൾ, ചില ജീവിതത്തിൻ്റെ പരാജയ മുഖങ്ങൾ ഒക്കെ നമ്മുടെ തലയിൽ തെളിഞ്ഞു വരും. നമ്മളെപ്പോൾ ഈ ഇന്നലകളെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോ, അതനുസരിച്ച് ആ ഇന്നലകളുടെ ഭാരം നമ്മുടെ തലയിൽ വന്ന് വീഴാൻ തുടങ്ങും. ശിരസുയർത്തി നടക്കാൻ പറ്റാത്തവണ്ണം ഇന്നലകൾ നമ്മുടെ തലയിൽ മൂടിക്കഴിയും. വചനം പറയുന്നു, നീ നിവർന്ന് നടക്കേണ്ടവനാണ്. ഇന്നലകളിൽ സംഭവിച്ചത് എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിനതറിയാം. ദൈവം പറയുന്നു, അറിയാം, എനിക്കറിയാം, നിൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു, എനിക്കറിയാം. പക്ഷേ അതിൽ കുരുങ്ങി നിൻ്റെ ജീവിതം കളയരുത്. ദൈവം നിനക്ക് നൽകുന്നൊരു ഉറപ്പുണ്ട്. പഴയതെല്ലാം കടന്നുപോയി പുതിയ ഒരു ജീവിത വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ആത്മീയ ധൈര്യം. പ്രിയപ്പെട്ടവരെ, പല മനുഷ്യരും ഇന്നിൽ ദുഃഖിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഇന്നല്ല ജീവിക്കുന്നത്, ഇന്നലകളിലാണ് ജീവിക്കുന്നത്.
ഏതെല്ലാം കാര്യങ്ങൾ വഴക്കുണ്ടാക്കുമ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താണ്? ഇത് തന്നെയല്ലേ ഇയാൾ കഴിഞ്ഞ ആഴ്ച ചെയ്തത്, കഴിഞ്ഞ മാസം ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ വീണ്ടും പുറകോട്ട് പോകാൻ തുടങ്ങും. എപ്പോഴൊക്കെ നമ്മൾ പുറകിലെ സംഭവങ്ങളെ വീണ്ടും നമ്മൾ ഓർത്തെടുക്കുന്നുവോ അപ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താ? ഒരു മാലിന്യ കൂമ്പാരത്തിൽ കൈയിട്ട് അത് വീണ്ടും വീണ്ടും വലിച്ചു വാരി വൃത്തികേടാക്കുന്നത് പോലെ, ദുർഗന്ധം വമിപ്പിക്കുന്നത് പോലെ നമ്മൾ ഇന്നലകളുടെ ആ പഴയതിലേക്ക് പോയി നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എന്താണ്? പഴയതെല്ലാം കടന്നുപോയി പുതിയ ആകാശം, പുതിയ ഭൂമി നമുക്ക് വേണ്ടി ദൈവം പണിതുയർത്തുന്നു. മറ്റൊരു ചെറുപ്പക്കാരൻ്റെ അനുഭവം കൂടെ പങ്കുവയ്ക്കാം. ഇദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടി ധ്യാന കേന്ദ്രത്തിലല്ല, മറ്റൊരു കോൺഫറൻസ് നടക്കുന്ന സ്ഥലം. അവിടെ ഒത്തിരി വൈദികർ ആ കോൺഫറൻസിന് വന്നിട്ടുണ്ട്. വെള്ളവസ്ത്രം ധരിച്ച വൈദികർ മുൻവശത്തിരിക്കുന്നു. അന്ന് അവിടെ സംസാരിക്കാനായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം അവിടുത്തെ ഒരു സാമൂഹിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് അവിടെ 5 മിനിറ്റ് പ്രസംഗിക്കാൻ അവസരം കിട്ടിയിരുന്നു. അദ്ദേഹം 5 മിനിറ്റ് മാത്രമല്ല, അദ്ദേഹം 10 മിനിറ്റിലധികം പ്രസംഗിച്ചത് മുഴുവൻ മുമ്പിലിരുന്ന അച്ഛന്മാരെ കുറ്റപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചത് മുഴുവൻ വൈദികരെ കുറ്റപ്പെടുത്തി, വൈദികരാണ് സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കും. ഈ ചെറുപ്പക്കാരൻ ഇദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ജ്വലിക്കുകയാണ്. വൈദികർ എല്ലാവരും അഭിനയിക്കുകയാണ്, വെള്ളവസ്ത്രം ധരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അവരുടെ ഹൃദയം കറുത്തതാണ് എന്നങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വൈദികർക്കെതിരെ കത്തിക്കയറി. ഈ സെമിനാർ കോൺഫറൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവസരത്തിൽ ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ അടുക്കൽ ചെന്നു. ഇത്രയധികം വൈദികർക്കെതിരെ കുറ്റം പറയേണ്ട ഒരു അവസരമൊന്നുമല്ലായിരുന്നു അത്, അല്ലെങ്കിൽ തന്നെ അത് അങ്ങനത്തെ ഒരു വേദിയുമല്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ വൈദികർക്കെതിരാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, സഹോദര, ഈ അച്ഛന്മാർക്കെതിരായിട്ട് ഇതിനു മാത്രം എന്താണ് പ്രസംഗിക്കാൻ കാരണം? എനിക്ക് അച്ഛന്മാരെ ആരെയും ഇഷ്ടമല്ല. അദ്ദേഹം ആദ്യം എന്നോട് പറഞ്ഞ ഡയലോഗ് അതാണ്, എനിക്ക് അച്ഛന്മാരാരെയും ഇഷ്ടമല്ല, എനിക്ക് നിങ്ങളുടെ വെള്ളവസ്ത്രം ഇഷ്ടമല്ല എന്നിങ്ങനെ പറഞ്ഞ് അച്ഛന്മാർക്കെതിരെ വീണ്ടും അദ്ദേഹം ആഞ്ഞടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഏതോ ഒരു അസ്വസ്ഥതയുടെ ഒരു മുറിവുണ്ട്, ഏതോ ഒരു വൈദികനുമായിട്ട് ബന്ധപ്പെട്ടൊരു മുറിവുണ്ടായിരിക്കണം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് പറ്റിയത്, എന്താണെന്ന് പറയും, നമുക്ക് പരിഹരിക്കാം. ഇത് പരിഹരിക്കാനുള്ള വിഷയമൊന്നുമില്ല, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹം പറയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നൊരു കാത്തലിക് സ്കൂളിലാണ്, ഞാൻ എൻ്റെ പഠനം നിർത്തിയൊരു വ്യക്തിയാണ്, എനിക്ക് എൻ്റെ പഠനം മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു ജോലി കിട്ടുന്നിട്ടില്ല, എൻ്റെ വീട്ടിലൊത്തിരി പ്രശ്നങ്ങളുണ്ട്, ഞാനൊരു പള്ളിയിലും പ്രാർത്ഥിക്കാൻ പോകാറില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ദേഷ്യത്തോടുകൂടെ. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് പലതും സംസാരിച്ചു, വളരെ സ്നേഹപൂർവ്വം സംസാരിച്ചു തുടങ്ങിയ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഇടവകയിൽ ഞാൻ അൾത്താര ശുശ്രൂഷയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും. അങ്ങനെ ഇരിക്കെ എൻ്റെ ഇടവകയിൽ വന്ന വികാരിയച്ഛൻ, വളരെ കർക്കശനായിട്ടുള്ള ദേഷ്യക്കാരനായ ഒരു വികാരിയച്ഛൻ, ഈ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു കാരണത്തിൻ്റെ പേരിൽ, ഞാനൊരിക്കലും അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിരുന്നില്ല, പക്ഷേ ഞാൻ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ എന്നെ അൾത്താരയിൽ മുട്ടുകുത്തി നിർത്തിച്ചു. പള്ളിയിൽ വന്ന ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്നെ കളിയാക്കി. അന്ന് അൾത്താരയിൽ മുട്ടുകുത്തി ആ കളിയാക്കലുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി മേലിൽ ഞാൻ ഒരു പള്ളിയിലും കയറി പ്രാർത്ഥിക്കില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാത്തലിക് സ്കൂൾ, ഇനി മേലിൽ ഞാൻ ഒരു കാത്തലിക് സ്കൂളിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ ഇദ്ദേഹം എടുത്ത 1-2 തീരുമാനങ്ങൾ. ഇദ്ദേഹം എന്നോട് പറയുകയാണ്, അച്ഛാ, എനിക്കിപ്പോൾ 25 വയസ്സ് പ്രായമായി, വർഷമേറെ കഴിഞ്ഞു, ഞാൻ ഇപ്പോഴും ഒരു പള്ളിയിലും പ്രാർത്ഥിക്കാൻ പോവില്ല. എനിക്ക് വൈദികരെന്ന് പറഞ്ഞാൽ പുച്ഛമാണ്, അറപ്പാണ്, എനിക്കിഷ്ടമല്ല. ഞാൻ ഏതൊരു അച്ഛനെ കണ്ടാലും എൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം ആ അച്ഛൻ്റെ മുഖമാണ്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ പഠനം പോലും മുഴുവനാക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാത്തലിക് സ്കൂളിൽ എനിക്ക് വീണ്ടും പോകാൻ പറ്റിയില്ല. ഞാനിനി പഠിക്കില്ല എന്ന് തീരുമാനമെടുത്തു. ഞാൻ വളരെയധികം അസ്വസ്ഥനായിട്ടാണ് ഇന്നും ജീവിക്കുക. എന്നിട്ട് ഇദ്ദേഹം, ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛൻ പറയൂ. ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങളുടെ എല്ലാം കാരണക്കാരൻ ആരാണ്? ആ അച്ഛനല്ലേ. ഈ അച്ഛൻ ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ആ വൈദികൻ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു, ഇപ്പോഴും
വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് സഹോദരൻ എന്തുകൊണ്ടാണ് ജീവിതത്തെ അത് നശിപ്പിച്ച് കളയുന്നത്? സഹോദരൻ നശിപ്പിക്കുകയാണ് സത്യത്തിൽ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. നശിപ്പിക്കരുത്. ഇന്നലകളിൽ സംഭവിച്ച സംഭവം അത് വേദനിപ്പിക്കുന്നതാണ്. അതൊരിക്കലും സഹോദരൻ ചെയ്ത തെറ്റിൻ്റെ പുറത്തുമല്ല, ആരുടെ പേരിലും ആയിക്കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് ജീവിതം നശിപ്പിക്കുന്നത്? വളരെ മോശമാണ്. ഒരിക്കലും ജീവിതം നശിപ്പിക്കരുത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ തിരുവചനം യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 18-19 തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നീ അയവിറക്കി അസ്വസ്ഥപ്പെട്ട് പരിഗണിക്കണ്ട. ഇതാ ദൈവം പറയുകയാണ്, നിനക്കൊരു പുതിയ കാര്യം, പുതിയ മേഖല, പുതിയ അനുഗ്രഹത്തിൻ്റെ ഒരു വഴി ഞാൻ തുറക്കുന്നു. എന്നിട്ട് വീണ്ടും വചനം പറയുന്നത്, ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഞാനിതാ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? ഞാൻ നിനക്ക് വേണ്ടി വിജനദേശത്തൊരു പാതയുണ്ടാക്കും. ഒരിക്കലും ഒരു പാതയ്ക്ക് അവിടെ സാധ്യതയില്ല. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വിജനമായ പ്രദേശത്തൊരു പാതയുണ്ടാക്കും. നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. വീണ്ടും വചനം പറയുന്നു, മരുഭൂമിയിൽ നദിക്ക് നദി ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്ത ഈ മരുഭൂമിയിൽ നിനക്ക് വേണ്ടി നദികൾ ഉണ്ടാക്കുമെന്നാണ് വചനം പറയുക. വളരെയധികം ഒരു പ്രോമിസിങ് ആയിട്ടുള്ള, നിനക്കൊത്തിരി വാഗ്ദാനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വചനമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. പ്രിയപ്പെട്ടവർ, ഈ വചനം ഞാൻ ആ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുത്തു. സഹോദര, ദൈവം സഹോദരൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്നലകളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ദുഃഖിച്ച് അതിൽ കിടക്കരുത്. രണ്ടാമത്തെ കാര്യം, നാളുകളിൽ ദൈവം പ്രവർത്തിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുക. ദൈവം സഹോദരന് വേണ്ടി നിലകൊള്ളും. ഇന്നലകളിൽ സംഭവിച്ച എന്തു തന്നെയാണെങ്കിലും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരത്തിലേക്ക് വഴിതെളിച്ചു. ധ്യാനകേന്ദ്രത്തിൽ പിന്നീട് വന്നു, സൗഹൃദം പിന്നീടും തുടർന്നു, ധ്യാനം കൂടി, പ്രാർത്ഥിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ സഹായിക്കാൻ വരുന്ന ചെറുപ്പക്കാരൻ, ഇദ്ദേഹത്തിന് ഇപ്പോഴൊരു ജോലിയുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സമാധാനം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുക, ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ച ഏതെങ്കിലും കാര്യം വേദനിപ്പിക്കുന്നതാവാം. അതിൽ കുടുങ്ങിക്കിടന്ന് ഇന്നെൻ്റെ സന്തോഷം നശിപ്പിക്കരുത്. നമ്മൾ പലരും ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സങ്കടം പലപ്പോഴും നിലകൊള്ളുന്നത്? ഈ സങ്കടം നിലകൊള്ളുകൊണ്ടിരിക്കാനുള്ളതല്ലല്ലോ, മറിച്ച് അതിനെ പുറത്തു കടക്കാനുള്ള ബലവും കൃപയും ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 4-ാം തിരുവചനം: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നിനക്ക് നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഇന്നലകളെക്കുറിച്ച് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. വളരെ പ്രത്യേകമായി യെശയ്യായുടെ പുസ്തകം 41, 43 ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലകളിലെ സംഭവിച്ച സംഭവങ്ങളെ ഓർത്തുകൊണ്ട് ദുഃഖിച്ച് വേവലാതിപ്പെട്ട് നിൻ്റെ അനുഗ്രഹം നീ നശിപ്പിച്ച് കളയരുത്. എന്താണ് ഇന്നലകളിൽ സംഭവിച്ചത്? സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കും തോറും നമ്മൾ ജീവിതത്തിൽ നിരാശപ്പെടും. ഒരു ചെറുപ്പക്കാരൻ ധ്യാനത്തിന് വന്നപ്പോൾ ഇങ്ങനെ പങ്കുവെച്ചു: അച്ഛാ, ഞാൻ ഓരോ കുമ്പസാരത്തിന് ശേഷവും തീരുമാനമെടുക്കും, ഇനി മേലിൽ പാപം ചെയ്യുകയില്ല. എനിക്ക് പാപം ചെയ്യാൻ ഇഷ്ടമല്ല, പാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഇഷ്ടമല്ല, എനിക്ക് നല്ല വിശുദ്ധ ജീവിതം നയിക്കണം. പക്ഷേ അച്ഛാ, യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്താലും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചില പാപങ്ങളിലേക്ക് വീണ്ടും ഞാൻ വഴുതിപ്പോകുന്നു. സങ്കടത്തോടെയാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചു: സഹോദര, ഏത് മേഖലയിലാണ് സഹോദരൻ കൂടുതൽ വീണു പോവുക? അദ്ദേഹം പറഞ്ഞു: അച്ഛാ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില ഓർമ്മകൾ എൻ്റെ തലയ്ക്കകത്തുണ്ട്, ചില പാപത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെ ഓർമ്മകൾ.
എപ്പോഴൊക്കെ ഞാൻ ആ ഓർമ്മയിലേക്ക് പോകുന്നോ, എപ്പോഴൊക്കെ അത് ഞാൻ ചിന്തിക്കുന്നുവോ, അപ്പോഴൊക്കെ എനിക്ക് വീണ്ടും പാപം ചെയ്യാനുള്ള സാധ്യതകൾ തുറന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിലെ ചില സംഭവങ്ങളെക്കുറിച്ചോ ചില ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ പോലും ചില വ്യക്തികൾക്ക് പാപത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, ഇന്നലകളെക്കുറിച്ച് ഓർത്ത് ജീവിക്കാനല്ല ദൈവം എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം ഇന്നലകളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിതം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല, മറിച്ച് പുതിയ കാര്യം, നിനക്ക് വേണ്ടി പുതിയൊരു കാര്യം മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? വിജനദേശത്ത് പാതയൊരുക്കും, മരുഭൂമിയിൽ നദികളുണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ സംഭവിച്ചതിനെ ഓർത്തുകൊണ്ട് ബുദ്ധിമുട്ടി അസ്വസ്ഥപ്പെട്ട് പിറുപിറുത്ത് ജീവിതത്തെ നശിപ്പിക്കരുത്. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ആന്തരിക സൗഖ്യത്തിൻ്റെ ശുശ്രൂഷകൾ നടത്താറുണ്ടല്ലോ. എന്താ ഈ ആന്തരിക സൗഖ്യം? ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇന്നലകളിലൂടെ കടന്നു വന്നിട്ടുള്ള മുറിവിൻ്റെ ഭാരം മുഴുവൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങളുടെയും ഉള്ളിലും ഇതുപോലെ ഒട്ടനവധി മുറിവുകൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മുറിവുകളെ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് തിരിമുറിവുകളാക്കി നമുക്ക് മാറ്റാം. വചനം പറയുന്നു, പഴയതെല്ലാം കടന്നുപോയി, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി നിനക്ക് വേണ്ടി ഇതാ തുറക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീ ഇന്നിൽ ജീവിക്കാനുള്ള തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഇന്നിൽ ജീവിക്കാനുള്ള തീരുമാനമെടുക്കണം. ഇന്നലകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ അതിനൊരു സുഖമുണ്ട്. അതൊരു പ്ലഷർ പ്രിൻസിപ്പിളാണ്. ചില വ്യക്തികളെ കണ്ടിട്ടില്ല, അവരെന്തു പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് പറയാനുള്ളത് ഇന്നലകളെക്കുറിച്ചാണ്, ഇന്നലകളിലെ കാര്യങ്ങൾ. അതിൽ തന്നെ ഒരു സുഖമുണ്ട്. പക്ഷേ ഈ സുഖം ഒരിക്കലും ദൈവികമായ സുഖമല്ല, അത് പൈശാചികമായ സുഖമാണ്. ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ. എല്ലാ പാപത്തിൻ്റെയും പിന്നിൽ അപ്രകാരമുള്ള ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ പാപം ചെയ്യുന്നത്. എല്ലാ പാപത്തിൻ്റെയും പിന്നിൽ സുഖമുണ്ടെന്നാണ് പറയുന്നത്, ഒരു സുഖം. ആ സുഖം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ഇന്നലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ആ പ്ലഷർ പ്രിൻസിപ്പിൾ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ അതിൽ തന്നെ ഇരിക്കാൻ തുടങ്ങും, പുറത്തു വരാനായിട്ട് താല്പര്യപ്പെടില്ല. പിന്നെ നമ്മൾ പിന്നീട് ചെയ്യുന്നത് മുഴുവൻ നമ്മളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ആയതിന് കാരണം അങ്ങനെ ആയതുകൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ആയതിന് കാരണം എൻ്റെ വീട്ടുകാരാണ്, എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറേയധികം മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. രക്ഷപ്പെടാനായി കർത്താവ് കരം നീട്ടി നിൽക്കുന്ന ഈ സമയത്തും അവർ പറയും, വേണ്ട, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ് ഇഷ്ടം. ചില സ്വഭാവ വൈകൃതങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കാറില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമുക്കുള്ള സ്വഭാവ വൈകല്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് യേശുവേ വീണ്ടും എന്നെ പണിതുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. വീണ്ടും ദൈവമേ എന്നെ പണിതുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മൾ വീണ്ടും വീണ്ടും പണിതുയർത്തും. നഷ്ടപ്പെട്ട മേഖലകൾ കർത്താവ് തന്നെ അനുഗ്രഹം നൽകും. നിനക്ക് വേണ്ടി വിജനദേശത്ത് പാതകളൊരുക്കും, നിനക്ക് വേണ്ടി മരുഭൂമിയിൽ നദികളൊരുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകുന്ന വലിയ അനുഗ്രഹത്തിന് കൃപയാണ്. ഈ മണിക്കൂറിൽ, ആത്മീയ ഉണർവിൻ്റെ ഈ മണിക്കൂറിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിലെ ഏതെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് ഓർമ്മകളിൽ കുരുങ്ങിക്കിടക്കുന്ന വ്യക്തിയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, പുറത്തു വരിക, നീ പുറത്തു വരിക. നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളുടെ ആ കരിങ്കല്ലുകൾ എടുത്തു മാറ്റുക. ലാസറിനോട് കർത്താവ് പറഞ്ഞു, ലാസർ നീ പുറത്തു വരിക. പുറത്തു വരുന്നമെങ്കിൽ എന്ത് ചെയ്യണം? കല്ലുരുട്ടി മാറ്റപ്പെടണം. നിൻ്റെ ജീവിതത്തിൻ്റെ ഉയർപ്പിന്, ഒരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും തടസ്സമായിട്ട് നിൽക്കുന്ന ഓർമ്മകളുടെ കല്ലറകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ കർത്താവ് ഇന്ന് നമ്മളോട് ആഗ്രഹിക്കുന്നു, നമ്മളോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് 21 അധ്യായം 4 വചനം, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി.
ആത്മീയ ഉണർവിൽ ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കാം. ഇന്നലകളിലെ ഓർമ്മകളിലും അസ്വസ്ഥതകളിലും പെട്ട് അസ്വസ്ഥരായിട്ടിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കട്ടെ. കർത്താവ് വീണ്ടും പുതുക്കി പണിയുന്നു. പഴയതെല്ലാം കടന്നുപോയി, പുതിയവ നിനക്ക് വേണ്ടി ഒരുക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു,